മികച്ച സൂപ്പർനാച്ചുറൽ ഹൊറർ മൂവിയായ സ്ലീപ്പി ഹാലോ എന്ന ചിത്രത്തെപ്പറ്റിയാണ് ഈ റിവ്യൂ. 1999 പുറത്തിറങ്ങിയ സ്ലീപ്പി ഹാലോ ഗോഥിക് ഫിലിം മേക്കിംഗ് സ്റ്റൈലിലൂടെ ശ്രദ്ധേയനായ ഡയറക്ടർ ടിം ബർട്ടൺ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വാഷിംഗ്ടൺ ഇർവിങ്ങിൻ്റെ 1820 ദ ലെജൻഡ് ഓഫ് സ്ലീപ്പി ഹാലോ എന്ന ചെറുകഥയെ ആധാരമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കേവലം ഒരു ഹൊറർ മൂവിയിൽ നിന്നും വേറിട്ട് സസ്പെൻസും ഡാർക്ക് ഹ്യൂമറും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു അസാധാരണ സിനിമയാണ് സ്ലീപ്പി ഹാലോ. 1800 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ഒരു ഗ്രാമത്തിൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടക്കുന്നു. നഗരത്തിൽ നിന്നും ഏറെ ദൂരെയാണ് ഗ്രാമമുള്ളത്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ശരീരങ്ങളിൽ നിന്നും തലകൾ കാണാതെയാകുന്നു. ഇത് അവിടുത്തെ ഗ്രാമവാസികളിൽ വല്ലാത്തൊരു ഭീതി നിറയ്ക്കുന്നു. കാരണം അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദവും നിലനിന്നിരുന്ന ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് പണ്ട് യുദ്ധത്തിൽ തലയറുത്തു വധിക്കപ്പെട്ട ഒരു യോദ്ധാവിൻ്റെ ദുരാത്മാവാണ് ഈ കൊലകൾ എല്ലാം ചെയ്യുന്നതെന്നാണ്. ഈ ദുരൂഹ സംഭവങ്ങൾ അന്വേഷിക്കാൻ ഇച്ചാബോൺ ക്രെയിൻ എന്ന പോലീസ് ഓഫീസർ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഇത്തരം മിത്തുകളിലോ അന്ധവിശ്വാസങ്ങളിലോ കെട്ടുകഥകളിലോ വിശ്വാസമില്ലാത്ത ക്രെയിനിൻ്റെ യുക്തികൾക്കും ചിന്തകൾക്കും അപ്പുറമുള്ള കാഴ്ചകളും വസ്തുതകളുമാണ് ആ ഗ്രാമത്തിൽ ക്രെയിന് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയുള്ള ഒരു പ്ലോട്ടാണ് ചിത്രത്തിൻ്റേത്. പ്രശസ്ത നടനും ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന കഥാപാത്രത്തിലൂടെ ലോകമാകെ ആരാധകരെ സൃഷ്ടിച്ച ജോണി ഡെപ്പ് ആണ് സ്ലീപ്പിംഗ് ഹാലോവിൽ ഇച്ചാബോൺ ക്രെയിൻ എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ഡെപ്പിനെ കൂടാതെ ക്രിസ്റ്റ്യൻ റിക്കി, ക്രിസ്റ്റഫർ വാൾക്കൻ, മിറാൻഡ റിച്ചാർഡ്, മൈക്കിൾ ഗാബോൺ എന്നിവരാണ് മറ്റു വേഷങ്ങളിൽ തിളങ്ങിയവർ. പാരമൗണ്ട് പിക്ചേഴ്സ് വിതരണം നടത്തിയ ചിത്രത്തിന് 1 മണിക്കൂർ 46 മിനിറ്റാണ് ദൈർഘ്യം. തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടിയ സ്ലീപ്പി ഹാലോ മികച്ച ആർട്ട് ഡയറക്ഷനുള്ള ഓസ്കാർ അവാർഡ് സ്വന്തമാക്കി. കൂടാതെ ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്സ്, അക്കാദമി ഓഫ് ഫാന്റസി ഹൊറർ ഫിലിം അവാർഡ് തുടങ്ങി ഒട്ടേറെ ബഹുമതികൾക്ക് ചിത്രം അർഹമായി. സാധാരണയായി ഹൊറർ മൂവീസ് ഒരുപാട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഫാന്റസിയും മാജിക്കൽ റിയലിസവും കോമിക്സും ചെറിയ രീതിയിൽ സറ്റയറും സസ്പെൻസും ഒക്കെ ഒത്തിണങ്ങിയ സ്ലീപ്പി ഹാലോ എന്ന ചിത്രം ഏത് ജേൺറ ഇഷ്ടപ്പെടുന്ന ചലച്ചിത്ര പ്രേമികളും കണ്ടിരിക്കേണ്ട സിനിമയാണ്. മാത്രവുമല്ല, ഈ ചലച്ചിത്രത്തിലെ അന്തരീക്ഷവും അത് ഒരുക്കിയിരിക്കുന്ന രീതിയും എത്ര വിവരിച്ചാലും മതിയാകാം വിധം സുന്ദരമാണ്. ആ സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും വിധം അത്ഭുതപൂർണമാണ് ഓരോ ഷോട്ടുകളും. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രം എന്ന് നിസ്സംശയം പറയാം.